ഹലോ, ഫിറ ഓട്സ് വെച്ചിട്ട് ഞാൻ ഇന്ന് ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. റോൾഡ് ഓട്സ് ആണ് കേട്ടോ. അതൊന്ന് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് വലിയുള്ളിയും തക്കാളിയും നന്നായി വാട്ടിയെടുത്തു. നന്നായി വാടി വന്നപ്പോൾ ഓരോ ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചേർത്ത് വാട്ടിയെടുത്തു. അതിലേക്ക് കുറച്ച് കാബേജ് ചീകി അരിഞ്ഞതും അതേപോലെ തന്നെ പർപ്പിൾ കാബേജ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. നിങ്ങളെ അടുത്ത് എന്തെങ്കിലും അതുപോലെ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത്രയും വെജീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഒരു തുള്ളി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുത്തു. അപ്പോഴേക്കും കരിക്കൊക്കെ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാറ്റി കാമ്പൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും ഒരു കൈപ്പിടി പുതിനയിലേക്ക് ചേർത്തു. ചെറിയൊരു പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതിലേക്ക് ഒരല്പം ഗരം മസാലപ്പൊടിയും നമ്മുടെ കട്ടത്തൈരുണ്ടല്ലോ, പുളിയില്ലാത്ത ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതാ ഇളനീറിൻ്റെ പീസുകളൊക്കെ അതുപോലെ പീസാക്കിയിട്ട് ആ കാമ്പും ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ റോൾഡ് ഓട്സ് ഉണ്ടല്ലോ, ഫിറയുടെ അടിപൊളി ഓട്സാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഫിറയുടെ ഓട്സ് വേവാൻ ആകെ 3 മിനിറ്റ് മാത്രം മതി. ഞാൻ ആ കരിക്കിൻ്റെ ഇളനീറിൻ്റെ വെള്ളം കൂടി ഒരല്പം ചേർത്ത് കൊടുത്തു. ഒരുപാട് വെള്ളം ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനി അതിലേക്ക് ഞാൻ പനീർ ഷാലോ ഫ്രൈ ചെയ്തത് ബട്ടർ ഷാലോ ഫ്രൈ ചെയ്തതും ചേർത്തു. അപ്പോൾ ഇത് അടിപൊളിയല്ലേ? ബിരിയാണി കാണാൻ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ അടിപൊളിയല്ലേ?